സസ്യേതര ഭക്ഷണം, നോൺ വെജ് എന്ന് എഴുതിയിട്ടുണ്ട്. കഴിക്കുന്നതിന് മുമ്പ് ചൊല്ലിയാൽ തെറ്റില്ലാത്ത ഭോജനമന്ത്രം ഉണ്ടോ? ഭോജനമന്ത്രം ഏതാ? ഭോജനം വെച്ചാൽ അത് ചൊല്ലാലോ, എന്താ കുഴപ്പം? അപ്പോൾ ഈ നോൺ എന്തോ ഒരു മോശപ്പെട്ട സാധനമാണെന്ന് തോന്നുന്നുണ്ടാവും ഈ എഴുതിയ ആൾക്ക്. അങ്ങനെ വെച്ചാൽ കഴിക്കരുത്. ചിദാനന്ദസ്വാമി നോൺ വെജിറ്റേറിയൻ കഴിക്കരുതെന്ന് പറഞ്ഞു നാളെ ആരും പറഞ്ഞേക്കരുതേ, പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം നിങ്ങൾ കഴിച്ചോളൂ. വെജിറ്റേറിയൻ കഴിക്കണം എന്നുള്ളവർ വെജിറ്റേറിയൻ കഴിക്കുക, നോൺ വെജിറ്റേറിയൻ വേണമെന്നുള്ളവർ നോൺ വെജിറ്റേറിയൻ കഴിക്കുക. നിങ്ങൾ ഇഷ്ടമുള്ള കഴിച്ചോളൂ. അതിനെപ്പറ്റി പറയാൻ ചിദാനന്ദസ്വാമിക്ക് അധികാരമില്ല. പക്ഷേ ഒന്ന് പറയാൻ അധികാരമുണ്ട്. നല്ലതല്ല എന്നുള്ളിൽ തോന്നിയാൽ ആ നിമിഷം നിർത്തണം. ഇതെഴുതിയ ആൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നതിന് മുമ്പ് ഭോജനമന്ത്രം ചൊല്ലാൻ പറ്റില്ല എന്നൊരു തോന്നൽ വരില്ല. ഇല്ലേ? ശരിയല്ലേ പറഞ്ഞേ? ഇപ്പം നോൺ വെജിറ്റേറിയൻ കഴിക്കണം നല്ലതാണെന്ന് അറിയുന്ന ഒരാൾ എന്താ ഭോജനമന്ത്രം? ഇന്ദു നദിയോ വർഷന്തു പർജന്യാഹ സുവിഫല ഓഷധയോ ഭവന്തി അന്നവതാം ഓദനവതാം ആവിഷ്മതാം മന്ത്രങ്ങൾ ചൊല്ലും. അല്ലെങ്കിൽ ചിലരാച്ച ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ഇത്യാദി ചൊല്ലും. ചിലർ അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭ ഇത്യാദിയൊക്കെ ചൊല്ലും. ഒരു പലതും ഉണ്ട്, അല്ലാതെ ഒരു ഭോജനമന്ത്രമായിട്ട് അങ്ങനെ പതിവൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ചൊല്ലാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ചൊല്ലി കഴിച്ചോളൂ. അല്ല, ചൊല്ലാൻ പറ്റില്ല എന്നുണ്ടോ? കഴിക്കരുത്, അന്ന് നിർത്തണം പരിപാടി. അത്രേ പറയാനുള്ളൂ. അല്ലാതെ സസ്യാഹാരത്തിനൊരു ഭോജനമന്ത്രം, മിശ്രാഹാരത്തിന് വേറൊരു ഭോജനമന്ത്രം, മാംസാഹാരത്തിന് വേറൊരു ഭോജനമന്ത്രം, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ കൊടുക്കുന്നത് വൈശ്വാനരാഗ്രതിയാണ്. അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഇവിടെ അങ്ങനെ വൈശ്വാനരാഗ്നി ജ്വലിക്കുക, ഭഗവാൻ അഗ്നിയായിട്ട്. ആ ഹോമകുണ്ടത്തിലേക്ക് ഇടുന്ന ഹവിസാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ. അതുകൊണ്ട് അത് നല്ലത് ഇടുക. ഇന്നതാ നല്ലതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്താണ് നല്ലതെന്ന് അവനവൻ തോന്നണതോ അതിടുക. അത് നല്ല അളവിലിടുക. അതായത് പകുതി വയറ്, അതിൻ്റെ പകുതി വെള്ളം, അതിൻ്റെ പകുതി വായുസഞ്ചാരത്തിന് ഒഴിച്ചു വയ്ക്കുക. എന്നാലേ ഹോമകുണ്ടം ശരിക്കും പ്രവർത്തിക്കൂ. ഇല്ലെങ്കിൽ വെറുതെ ആശുപത്രിയിൽ ഇങ്ങനെ ഒരുപാട് പോണ്ടി വരും. അത്രയേ ഉള്ളൂ. ഏതായാലും ഉണ്ടെങ്കിൽ അത്തരം ഒന്ന് ഉപദേശിച്ച് തരുവാൻ വിനീതമായ അപേക്ഷ. അപ്പോൾ ഉള്ളത് തന്നെ ചെയ്താൽ മതി. മന്ത്രം മാറ്റിയിട്ട് വേണ്ട. മന്ത്രത്തിന് യോജിക്കില്ല എന്നുണ്ടെങ്കിൽ വസ്തു മാറ്റിക്കോളൂ. അത്രേ പറയാൻ പറ്റൂ.